വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് 7ൻ്റെ ലൈവ് എക്സാമ്പിൾ മാർക്കറ്റിൽ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ സ്ട്രക്ചർ വെച്ചിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നതെന്നുള്ളത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റാലി വന്നിരിക്കുന്നു. അതിനുശേഷം പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, താഴെ വരുന്നു. സോ ഈ ഒരു കറക്ഷണൽ മൂവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫിബ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 50%ഓളം വന്നിട്ടില്ല, അറൗണ്ട് 38% നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. സോ അത് ലീവ് ചെയ്യുന്നു. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ്, നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലോ ആണ്. സോ നമ്മൾ എവിടെയാണ് സ്ട്രോങ് ലോ എന്നാണ് നോക്കി പോകുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നേരെ അടുത്ത മൂവ് വന്ന് ഇവിടം വരെ വന്നു. അതിന് ഈ ശേഷം പിന്നെയും മാർക്കറ്റ് കയറിപ്പോയി. സോ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഏരിയയിൽ നിന്നും ഇവിടെ നോക്കുമ്പോൾ എത്ര ശതമാനം വരുന്നുണ്ട്? ഒരു 50% കറക്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഈ 50% കറക്ഷൻ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ ഇതൊരു കൺസോളിഡേഷൻ ഫേസ് ഇവിടെ മാർക്കറ്റ് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടും നമ്മൾ ഇതിനെ ഒരു കറക്ഷണൽ മൂവ് എന്ന് പറയുന്നത്. അപ്പം ഈ കറക്ഷണൽ മൂവിൽ എന്ത് സംഭവിച്ചു? 50%ഓളം കറക്ഷൻ നടന്നു. അപ്പം ഈ ലോ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. അപ്പം നമ്മൾ ഇവിടെ ഈ ലോ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ലോ, ഈ ഗ്രീൻ ലൈൻ ഇട്ട് വെച്ചിരിക്കുന്ന ഈ ലോ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്. ബിക്കോസ് ഈ ലോയാണ് ദ ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ എന്ന് പറയുന്നത് ഏതാണ്? ഈ ലോ ആണ് അല്ലേ? ദ ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ദിസ് ലോ. ബിക്കോസ് ഇതിന് ശേഷം വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർമീഡിയറ്റ് ലോ ആണ്. എന്തുകൊണ്ടാണ് അതിന് ഇൻ്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നത്? ബിക്കോസ് ഈ മൂവ്മെൻറ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കുമ്പോൾ നമുക്ക് എത്ര ശതമാനം കറക്ഷനാണ് വരുന്നത്? 50% കറക്ഷൻ വരുന്നുണ്ടോ? ഇല്ല, 38% കറക്ഷനാണ് വരുന്നത്. സോ അതിനുശേഷം വന്നിരിക്കുന്ന മൂവ്മെൻ്റ് എല്ലാം ഒരു സൈഡ് വൈസ് ആയിപ്പോയി. അപ്പം ഈ സൈഡ് വൈസ് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു ഈ ലെഗ് നമ്മളുടെ ഹൈയും ലോയും എന്ന് പറയുന്നത് ഏതായിരുന്നു? ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു നമ്മുടെ ഹൈ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ലോ, ഇതാണ് നമ്മുടെ ഹൈ. അപ്പം ഇതായിരുന്നു നമ്മുടെ ട്രേഡബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതെന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ലോ ആണ്. അതിനുശേഷം ഇതും ഇൻ്റർമീഡിയറ്റ് ലോ ആണ്. നെക്സ്റ്റ് സബ്സീക്വൻറ്റ് വരുന്നതെല്ലാം ഇൻ്റർമീഡിയറ്റ് ലോ ആണ്. സോ അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഹൈ ആണ് ഈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഹൈയുടെ ലോ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രോങ് ലോയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള സ്ട്രോങ് ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിനെ നമ്മൾ കൺഫേം ആയല്ലോ, സ്ട്രോങ് ലോ എന്നുള്ള കാര്യം. സ്ട്രോങ് ലോ. അപ്പോൾ ഇതാണ് നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് ലോ എന്ന് പറയുന്നത്. ബിക്കോസ് ദിസ് സ്ട്രോങ് ലോ ക്രിയേറ്റഡ് ദ ഹൈ, അതാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ലോ ഉണ്ട്. സോ ഇൻ്റർമീഡിയറ്റ് ലോ നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്? സോ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇൻ്റർമീഡിയറ്റ് ലോ ഈസ് ബ്രോക്കൺ അല്ലേ? വൺസ് ഇൻ്റർമീഡിയറ്റ് ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ക്യാൻഡിൽ ക്ലോസ് ബിലോ ദിസ് അല്ലേ? അപ്പോൾ നമ്മളുടെ പ്രൈസ് ആക്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന തിയറി പ്രകാരം എന്താണ്? ഇൻ്റർമീഡിയറ്റ് ലോ ഈസ് ബ്രോക്കൺ, ഇറ്റ്സ് എ മൈൽഡ് സൈൻ ഓഫ് റിവേഴ്സൽ. സോ പ്രൈസ് ക്ലോസ് ബിലോ, ദെൻ ഇറ്റ് വിൽ കം ബാക്ക് അല്ലേ? 50%. സോ 50% ഇത് തിരിച്ചു വരും. അതിനുശേഷം പ്രൈസ് കം ഡൗൺ എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ലോ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ ഇൻ്റർമീഡിയറ്റ് ലോ എവിടെയാണോ അവിടുത്തെ ഫസ്റ്റ് പുൾ ബാക്ക് നടന്നിരിക്കുന്ന ലെഗ്, അതല്ലേ ഇതല്ലേ ഫസ്റ്റ് പുൾ ബാക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോയും ഹൈയും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ എത്ര ശതമാനം ആണ് മിറ്റിഗേഷണൽ മൂവ് നടന്നിരിക്കുന്നത് നോക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ. സോ അറൗണ്ട് മോർ ദാൻ 50%, 61% ഇവിടെ മിറ്റിഗേഷണൽ മൂവ് നടന്നല്ലോ. അപ്പം ഇൻ്റർമീഡിയറ്റ് ലോയിൽ നമ്മൾ ഓൾറെഡി പ്രൈസ് ബ്രേക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേനും തിരിച്ച് 61% ഓർ നമ്മുടെ നിഫ്റ്റി പ്രകാരം നമ്മൾ പറയുന്നത് മോർ ദാൻ 61% കറക്ഷണൽ മൂവ് വരുമ്പോൾ വാട്ട് വി ഷുഡ് ഡു? നമ്മൾ നോക്കി കാണേണ്ട ഓപ്പർച്യൂണിറ്റി ഓൺലി സെൽ ആൻഡ് ബൈ. ഇതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ദ ഏരിയ. സോ ഈ ഏരിയയിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? സെൽ ആൻഡ് ബൈ. സോ സെൽ ആൻഡ് ബൈയിൽ നമ്മളിവിടെ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഓർ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുക, ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്നത് നമ്മൾ ആ മാർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയിൽ എന്താണ് നോക്കുന്നത്? ഇവിടെ ഇതാണ് നമ്മളെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. സോ ഇവിടെ നമ്മളുടെ ആ ഒരു സോങ് നമ്മൾ പാടണം. ഏത് സോങ് ആണ്? ഈ വീഡിയോ ആദ്യം തൊട്ട് ഡീകോഡിംഗ് സീരീസ് 1 to 7 ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നത്. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ ആൻഡ് ഇറ്റ് ഹാസ് കം അപ്പ് ടു മിറ്റിഗേറ്റ് ആൻഡ് കം ഡൗൺ. ആണോ? അപ്പോൾ
ഇത് നെക്സ്റ്റ് ഡേയിലാണ് ആക്ച്വലി 3rd January 24th. സോ ഇവിടെ ഒരു ബിഗ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴേ നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് ഇവിടെ സെൽ ആൻഡ് ബൈക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ആക്ച്വലി അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലും നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് കാണുന്നു ഇവിടെ 3 മിനിറ്റിൻ്റെ ഇതിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്കൊരു ക്ലാരിറ്റിയോടുകൂടി നമുക്കൊരു ഇത് കാണാൻ പറ്റും. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്. അതിനുശേഷം മാർക്കറ്റ് മുകളിൽ പോയി. സോ മുകളിൽ പോയതിനു ശേഷം ഈ ലോ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ ആൻഡ് റൺ അപ്പ് ടു മിറ്റിഗേറ്റ് ദെൻ ഫോൾ ഡൗൺ. ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും, ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ഇൻ കേസ് നമ്മളുടെ ഇവിടുത്തെ ഈ സോങ്ങിൻ്റെ കാര്യം കറക്റ്റായിട്ട് നമുക്ക് പ്ലേ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സോ ഇവിടെ നോക്കി, ഇവിടെ വേറൊരു രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. നോക്കി ഇതുണ്ടോ, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദെൻ എ ലോ ഈസ് ക്രിയേറ്റഡ്. ഇതുണ്ടോ, ഹൈ ഈസ് ക്രിയേറ്റഡ്. അതിനുശേഷം പ്രൈസ് ഈ ഹൈയുടെ മുകളിലേക്ക് വരുന്നില്ല, താഴേക്കാണ് പ്രൈസ് വരുന്നത്. പക്ഷേ ഇവിടെ വന്ന് വീണ്ടും പ്രൈസ് ഇതിന് മുകളിൽ പോകുന്നില്ല, പ്രൈസ് ഈ ലൈന് മുകളിൽ പോകുന്നില്ല. സോ ഹൈ ഈസ് ക്രിയേറ്റഡ്, ഈ കംപ്ലീറ്റ് മൂവിനെ നമുക്ക് ഇവിടെ വരെ ലോ എന്ന് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ്, എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൻ ആൻഡ് ദ ലോ ഈസ് ടേക്കൻ, പ്രൈസ് റൺ അപ്പ് കം ഡൗൺ. കണ്ടോ? അപ്പം നമ്മളുടെ സ്ട്രക്ചറൽ സെറ്റപ്പ് പ്രകാരം മാർക്കറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ഏരിയയിൽ വേണം നമ്മളുടെ സോങ് സിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ ഇത് കറക്റ്റായിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ചാൻസ് എടുത്തിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ദെൻ വെയിറ്റ് ഫോർ ദ ബിഗ്ഗർ ടാർഗറ്റ്. ദിസ് ഈസ് എ ഫൈനൽ ഐഡിയ. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 15 മിനിറ്റ്സിലെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും നമ്മൾ സ്ട്രക്ചറൽ സെറ്റപ്പിൽ ഇവിടെ വന്നു 15 മിനിറ്റ്സിൽ സ്ട്രോങ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ഏരിയയുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഈ നമ്മളെ സംബന്ധിച്ച് ഇതാണ് നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കറൻ്റ്ലി റൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിലും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ 2nd January 2024 സ്ട്രക്ചർ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഇത് വന്നു, മാർക്കറ്റ് കറക്ഷണൽ മൂവ് വന്നു ആൻഡ് ദ സ്ട്രോങ് ലോ ഈസ് പ്രൊട്ടക്റ്റഡ്. സോ സ്ട്രോങ് ലോയിൽ ഇവിടെ പ്രൈസ് റിജക്ഷൻ ആയ ശേഷം വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോവുകയാണ്. സോ അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ബ്രേക്സ് എ ക്യാൻഡിൽ, ഇവിടെ ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഈ സ്ട്രോങ് ലോയുടെ ബോട്ടം സൈഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറി വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ട്രെൻഡ് ഈസ് ബെയറിഷ് എന്ന് പറയാൻ പറ്റും. സോ ഈ കറൻ്റ്ലി വരുന്ന ഓർഡർ ഫ്ലോയെ അലൈൻ ചെയ്ത് മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തു പോകും. ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഫിനോമിന എന്ന് പറയുന്നത്. അപ്പം ഈ വരുന്ന ഏരിയയിൽ നമുക്ക് ശക്തിയോടുകൂടി ഇരുന്ന് നമുക്ക് സെല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തോ ഇല്ല, ടിൽ ദെൻ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഹൈലി ബുളിഷ്. ബിക്കോസ് ഇവിടെ മാർക്കറ്റ് വീണ്ടും ഇപ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലോയോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ലോ അല്ല, നമ്മളെ സംബന്ധിച്ച് സ്ട്രോങ് ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. അതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സ്ട്രോങ് ലോ ക്ലോസ് ചെയ്ത് ഇത് ക്ലോസ് ചെയ്തോ ഇല്ല, എഗെയിൻ പ്രൈസ് എങ്ങോട്ടാണ് പോകുന്നത്? ഇറ്റ് ഗോയിങ് അപ്പ്. അപ്പം ഇനി മുകളിലേക്ക് പ്രൈസ് വരുമ്പോൾ നമ്മൾ എന്താണ് നോക്കുന്നത്? നമ്മളിവിടെ നോക്കുന്നത് മുകളിലേക്ക് പ്രൈസ് വരുമ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളുടെ സ്ട്രക്ചറൽ അലൈൻമെൻറ്റ് പ്രകാരം ഇവിടുത്തെ ഒരു മിറ്റിഗേഷണൽ മൂവ് ഇവിടെ ഓൾറെഡി നടന്നിരുന്നു. ഈ ഒരു 50% ഈ മൂവ്മെൻറ്റിന് ഒരു 50% കറക്ഷൻ നടന്നു. അതിനുശേഷം നെക്സ്റ്റ് മൂവ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ഇവിടെ തിരിച്ച് മാർക്കറ്റ് ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈലി ബുള്ളിഷ് ട്രെൻഡാണ്, പക്ഷേ കൗണ്ടർ ട്രെൻഡ് വിൽ ബി ഫോമിങ്. എന്തുകൊണ്ടാണ്? സ്ട്രക്ചറൽ സെറ്റപ്പ് പ്രകാരം നമ്മളുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? ഇതുമാണ് നമ്മളുടെ ട്രേഡിംഗ് റേഞ്ച് അല്ലേ. ഈ ട്രേഡിംഗ് റേഞ്ചിനകത്ത് പ്രൈസിന് എന്തെല്ലാം വേണേൽ കാണിക്കാം, എന്ത് വേണമെങ്കിലും പ്രൈസിന് ഇവിടെ ഈ ഒരു ആക്ടിവിറ്റിയിൽ കാണിക്കാൻ പറ്റും. അപ്പം ഈ പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ നിന്ന് പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വന്ന് കയറി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഏത് റേഞ്ചിലാണ്? അറൗണ്ട് 78%. ബിക്കോസ് ഈ ഒരു കറക്ഷണൽ മൂവിൽ തിരിച്ചിവിടെ വന്നു കഴിയുമ്പോഴത്തേനും എനിവേ 78% വരുമ്പോഴത്തേനും ഇവിടെ നിന്ന് നാച്ചുറലി മേടിച്ച ആൾക്കാരെല്ലാം ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നാച്ചുറലി തുടങ്ങുമല്ലോ. സോ പ്രൈസ് വീണ്ടും കം ബാക്ക് ടു ദ 50% ഓഫ് ദ അൺമിറ്റിഗേറ്റഡ് ഏരിയ. അതായത് ഈ ഒരു റേഞ്ചിനകത്തെ ഈ ഒരു ലെഗിൻ്റെ 50% കറക്ഷണൽ മൂവിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. സോ ഇതും ഈ റേഞ്ചും കൂടെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ റേഞ്ചും നോക്കുമ്പോഴത്തേനും 78% ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഒരു കറക്ഷണൽ മൂവിന് വേണ്ടിയിട്ട് മാർക്കറ്റ് വീണ്ടും വരും. സോ സ്റ്റിൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്? ബുള്ളിഷ് സെനാരിയോ. സോ അതുകൊണ്ടാണ് 50% ഇവിടെ അറൗണ്ട് കറക്ഷണൽ മൂവ് ഈ ഒരു ലെഗ്, അതായത് ഈ ഒരു ലെഗിൻ്റെ 50% അറൗണ്ട് കറക്ഷണൽ മൂവ് വരുമ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള കാര്യം. അതുകൊണ്ടാണ് പൊസിഷൻ ഇന്ന് ഇവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്തതിൻ്റെ കാര്യം. അപ്പം നമ്മൾ അവിടുത്തെ സമയം കൂടെ നോക്കണം. 12 മണി, അതായത് 2:40 ആയപ്പോഴാണ് പൊസിഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2:40 തൊട്ട് പിന്നീടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാർക്കറ്റ് ഏതൊരു സൈഡിലേക്ക് പോകാൻ പറ്റും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു കൺസോളിഡേഷൻ ആയിരുന്നു മാർക്കറ്റ് കംപ്ലീറ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഒരു 2:30 ആകുമ്പോഴത്തേനും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി തന്നെ ഡിസൈഡ് ചെയ്യപ്പെട്ടിരിക്കും മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോ അത് കൂടുതൽ മുന്നോട്ട് വരുന്ന ലെക്ചറുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ബുള്ളിഷ് ആണ്. സോ ഇനി പ്രൈസിന് ഈ ഒരു ഏരിയയിൽ എങ്ങനെ വേണേലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ക്യാൻ ഡു എനിത്തിങ് ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച്. അപ്പം നമ്മൾ നോക്കുന്നത് ഒരു പ്രീമിയം ഏരിയയിലേക്ക് പ്രൈസ് റിട്രേസ് ചെയ്ത് വീണ്ടും കയറി വരുമ്പോൾ നമ്മൾ ഒരിക്കലും ബയർ സൈഡിൽ അവിടെ നിൽക്കാൻ പാടില്ല. ഹയർ പോസിബിലിറ്റി ദാറ്റ് ഈ ഏരിയ ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റിയൊക്കെ വാച്ച് ചെയ്ത് അഡീഷണൽ കൺഫർമേഷൻ എല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യും എന്താണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അപ്പോൾ മേ ബി സ്റ്റോപ്പ് ലോസിൻ്റെ കോസ്റ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് മേ ബി ബിറ്റ് മോർ ഇവിടെ. പക്ഷേ പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ബൈ എക്സ്പീരിയൻസോട് കൂടെ നിങ്ങൾ പ്രീമിയം ആക്ടിവിറ്റി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് വീഡിയോകൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഈ ഒരു സ്ട്രോങ് ലോയും ഇൻ്റർമീഡിയറ്റ് ലോയും തമ്മിൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ട്രെൻഡിനൊപ്പം ഓർ എഗ്നിസ്റ്റ് ദ ട്രെൻഡ് നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നോക്കേണ്ട അതിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേനും പ്രൈസ് ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഈ ഫോൾ ചെയ്തിരിക്കുന്ന പ്രൈസിൻ്റെ എന്താണ് ഇവിടെ തൊട്ടാണ് പ്രൈസ് ഫോൾ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ വരെ വന്നു നമ്മുടെ ട്രേഡബിൾ റേഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയും വന്നു. സോ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല പ്രൈസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ അവർ ട്രേഡിംഗ് റേഞ്ച് വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വോളിയം ആക്ടിവിറ്റി നടന്നിരിക്കുന്ന ഏരിയ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വോളിയം ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ ട്രേഡബിൾ റേഞ്ച് നടന്നിരിക്കുന്നത് ഈ ഒരു POC ലൈൻ ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രീമിയം സോൺ എന്ന് പറയുന്നത് ഈ റെഡ് ലൈനാണ്. സോ എനിത്തിങ് എബോവ് ട്രേഡിംഗ് എബോവ് ദിസ് പ്രീമിയം സോൺ നമ്മളെ സംബന്ധിച്ച് ഒരു സെല്ലേഴ്സ് ടെറിട്ടറിയാണ് ഇവിടെ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ കാണേണ്ടത്. ബിക്കോസ് മാർക്കറ്റ് ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു വാല്യുവേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ വാല്യുവേഷൻ എന്താണ്? നമ്മൾ ലോവർ റേഞ്ച് വാങ്ങിച്ചവരെ ഹയർ റേഞ്ചിൽ കൊണ്ട് എക്സിറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഫിനോമിന നടക്കുന്ന സമയത്ത് ഫൈൻഡ് ഔട്ട് ദാറ്റ് വെദർ യു ക്യാൻ സിംഗ് ദാറ്റ് സോങ് ഹിയർ അല്ലേ? സിംഗ് ദാറ്റ് സോങ് ഏതാണ്? സിംഗ് ദാറ്റ് സോങ് സ്റ്റാർട്ടിംഗ് ഫ്രം വീഡിയോ ഡീകോഡിംഗ് നമ്പർ 1 2 3 4 5 6 ആയി. ഇപ്പോൾ ഇത് റെക്കോർഡിംഗ് ഗോയിങ് ഓൺ 7th വണ്ണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഞാനിത് ഷോർട്ട് ആക്കേണ്ട കാര്യം കറക്റ്റായിട്ട് ഇതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറിൽ കുറേ അധികം പ്രാക്ടീസസ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാകും. അങ്ങനെയാണ് നമ്മൾ ട്രെൻഡിൻ്റെ എയ്തർ ഹൈലി ബുള്ളിഷ് ഓർ ബെയറിഷ് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കീ ഏരിയ നമ്മളെ സംബന്ധിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുകയാണ് എവിടെ നമുക്ക് എൻട്രി ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ മാർക്കറ്റ് ഹൈലി ബുള്ളിഷ് ആയിരിക്കാം, ഹൈലി ബെയറിഷ് ആയിരിക്കാം. നമ്മളെ സംബന്ധിച്ച് അതൊന്നും നമ്മുടെ പ്രോബ്ലമേ അല്ല. സോ ഒരാളോട് ഇപ്പോൾ നമ്മൾ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഐഡിയ ചോദിക്കുമ്പോൾ ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ബുള്ളിഷ് നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് ആണെങ്കിൽ ഓക്കെ വി വിൽ ഫൈൻഡ് ആൻ ഏരിയ ടു ബൈ അല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഏരിയ നമുക്ക് ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഏരിയ ബൈ ചെയ്യാൻ കിട്ടുന്നു. പ്ലേസ് യുവർ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് അത് നമ്മൾ എൻട്രി മാനേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെൽ സൈഡിലേക്ക് വരുമ്പോഴും നമ്മൾ നോക്കുന്ന ഏതാണ് ഒരു ഏരിയ നമ്മൾ നോക്കുന്നു. അതിനുശേഷം നമുക്ക് എവിടെ നമുക്ക് അത് ഫീസിബിളായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടാർഗറ്റ് എവിടെയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ ചെറിയ ഏരിയയിലാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമ്മളുടെ കാൽക്കുലേഷൻ ഓർ ദ വാല്യുവേഷൻ ടെക്നിക് വാട്ട് യു ആർ ലേണിംഗ് നൗ ഇറ്റ് ഷുഡ് ബി മാച്ചിങ് വിത്ത് ദ ലിറ്റിൽ സീക്രട്സ് ഐ ഹാവ് ടോൾഡ് യു. മനസ്സിലായോ? ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ലിറ്റിൽ സീക്രട്ട് എന്താണോ അത് പ്ലേ ഔട്ട് ചെയ്യണമെങ്കിൽ സ്ട്രക്ചറൽ അലൈൻമെന്റ് പ്രകാരം സ്ട്രോങ് ലോ, ഇന്റർമീഡിയറ്റ് ലോ, ഓൾ ദിസ് യു ഷുഡ് നോ. പിന്നെ ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഗൈഡ് ലൈൻസും കൂടെ ഉണ്ട്. അത് സബ്സിക്വന്റ് വീഡിയോയിൽ ഞാൻ തരാം. അതുപോലെ തന്നെ താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് എഴുതിയിരിക്കുന്നു. ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഒത്തിരി 240ഓളം കമൻറ്റുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒരു നല്ലൊരു ഹെൽത്തി ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പോസിറ്റീവ് കമൻറ്റ് അതിനകത്ത് മുന്നോട്ടുള്ള ജനറേഷൻസ് വായിച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് ഇത് ട്രേഡിംഗ് പഠിക്കുകയും അതുപോലെ തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പാർട്ടാണല്ലോ, അങ്ങനെ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇനിയും കമൻറ്റുകൾ, തമാശകളൊക്കെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ഈസ് എ സീരിയസ് പ്രോസസ്. വേറെ നമ്മളുടെ പഠനവും സന്തോഷവും തമാശകളും എല്ലാം ഒരുപോലെ നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ വരട്ടെ. എഗെയിൻ താങ്ക് യു ഫോർ റൈറ്റിംഗ് ഡീറ്റെയിൽഡ് കമൻറ്റ്സ്. ഒത്തിരി ഡീറ്റെയിൽഡ് കമൻറ്റ്സ് വന്നിരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.